സോ അസൈൻമെൻറ്റിൽ ചെയ്യേണ്ടത് ഇതിന് യോജിച്ച ഒരു വീഡിയോ അല്ലെങ്കിൽ മെറ്റീരിയലും വീഡിയോ രണ്ടും ആയാൽ ഇത്രയോടെ നല്ലത് കണ്ടുപിടിച്ച് അത് ഷെയർ ചെയ്യണം. ആദ്യമേ എനിക്ക് പേഴ്സണലി ഗ്രൂപ്പിലെ ഒരാൾ ഷെയർ ചെയ്യുക ആൻഡ് വിൽ ഷെയർ ഇൻ ദ ഗ്രൂപ്പ് ലേറ്റർ. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി ഈ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. 2 ഗ്രൂപ്പ്സിന് വെർച്വൽ റിയാലിറ്റി തന്നിട്ടുണ്ട്. ഇതിലൊരു ഗ്രൂപ്പ് ഇത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്ലിനിക്കൽ സിനേരിയോനെ പ്രസൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു വീഡിയോ കണ്ടുപിടിച്ച് അത് പ്രസൻറ്റ് ചെയ്യുക. ഇത് ഗ്രൂപ്പ് ടാസ്ക് നമ്മളുടെ റിസർച്ചിന് ചെയ്ത പോലെ തന്നെ ആ ഗ്രൂപ്പ്സായിട്ട് തന്നെ ചെയ്താൽ മതിയാവും. മറക്കണ്ട, നാളെ വൈകുന്നേരമാണ് ലാസ്റ്റ് ഡേറ്റ്. So complete within that. Now let's see the purposes of simulation. The first is simulation is intended to help students practice decision making and problem solving skills and to develop human interaction abilities in a controlled and safe setting. So ഒരു ക്ലിനിക്കൽ സിനേരിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആൾക്കാരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷൻസ്, ചിലപ്പോൾ പേഷ്യൻ്റ് നമ്മളോട് ചൂടായെന്ന് വരാം, ചിലപ്പോൾ പേഷ്യൻ്റ് ഭയങ്കര ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്തെന്ന് വരാം. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ട വരുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് ഒരു ഉചിതമായ ഡിസിഷൻ എടുക്കുക, ഇതിനെയൊക്കെ കുട്ടികളെ സേഫായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ട്രെയിൻ ചെയ്യാനായിട്ട് സിമുലേഷൻ സഹായിക്കും. സോ നേരിട്ട് ഒരു എക്സ്പോഷർ കൊടുക്കുന്നതിന് മുമ്പേ കുട്ടികളെ ഒന്ന് ഒരുക്കാനായിട്ട് ഇൻ ഓർഡർ ടു ഹാവ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആൻഡ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ സ്കിൽസ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമുലേഷൻ ചെയ്യുക. ദ നെക്സ്റ്റ് ഇസ് ത്രൂ ആൻ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ എ സിമുലേഷൻ എക്സസൈസ്, a game or a role play situation, the student achieves cognitive, affective and psychomotor outcomes. Like ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എത്രമാത്രം ഒരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്താലും അവിടെ സിൻസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് ലെസ്, അവിടെ ഗെയിൻ ചെയ്യുന്നത് ജസ്റ്റ് നോളജ് മാത്രമായിരിക്കും. ഈ നോളജ് കൊണ്ട് നമ്മൾക്ക് ഒരു ക്ലിനിക്കൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ വി കാൺട്ട് ബെനിഫിറ്റ് മച്ച്. അവിടെ നമ്മൾക്ക് കുറച്ചുകൂടെ ഹയർ സ്കിൽസ് വേണ്ടി വരും. അപ്പോൾ ഒരു സിമുലേഷനിൽ കൂടെ കുട്ടികൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെയിൻ ദ ഹയർ സ്കിൽസ് ലൈക്ക് കോഗ്നിറ്റീവ്, എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഔട്ട്കംസ്. ആൻഡ് ദിസ് ഇസ് വൈ സിമുലേഷൻ ഇസ് യൂസ്ഡ് ഇൻ ട്രെയിനിങ് നഴ്സസ് ആസ് വെൽ ആസ് മെഡിക്കൽ സ്റ്റുഡൻസ്. Through an active involvement in a simulation exercise, a game or a role play situation, the students achieves cognitive, affective and psychomotor outcomes. The next is simulation provides a chance to apply the principles and theories students have learned and to see how and when this principle work. സോ കുറേ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, കുറേ റാഷണൽ തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇത് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അത് ഓരോന്നും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് റെസ്പോൺസാണ് കിട്ടുക എന്ന് ക്ലിയർ ആയിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിക്കാനായിട്ടാണ് ഈ ഒരു സിമുലേഷൻ യൂസ് ചെയ്യുക. സോ നേരെ പേഷ്യൻ്റെ അടുത്ത് പ്രാക്ടീസ് പോയി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് നെഗറ്റീവ് കോൺസിക്വൻസസ് ആയിരിക്കും കിട്ടുക. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് മുമ്പേ ലാബിൽ ഈ ഓരോന്നും എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിലേറ്റവും ഓരോ സിറ്റുവേഷനും ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് സിമുലേഷൻ യൂസ് ചെയ്യുക. സോ സിമുലേഷൻ പ്രൊവൈഡ്സ് എ ചാൻസ് ടു അപ്ലൈ principles and theories the students have learned and to see how and when this principle works. The next is students gain idea how to learn and test various approaches in a setting where patients cannot be hurt and where wrong decisions can always be reminded. So നമ്മൾ പഠിച്ച വേരിയസ് അപ്രോച്ചസ്, വേരിയസ് തിയറീസ് ഒക്കെ സേഫ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യാനാണ് സിമുലേഷൻ യൂസ് ചെയ്യുക. ബിക്കോസ് വി കാൺട്ട് harm a patient or
we can't make wrong decisions in a real life situation. So that is why simulations are used. Students gain idea how to learn and test various approaches in a setting where patients cannot be hurt and where wrong decisions can always be reminded. And lastly, knowledge gained through simulation can be easily transferred to a real life setting. സോ തിയറി പഠിക്കുന്നതിനേക്കാളും അതിനെ ഒരു അപ്ലൈ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും സിമുലേഷനിൽ കൂടി പഠിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് ക്യാൻ ബി ഈസിലി അപ്ലൈഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. സോ ദീസ് ആർ ദ പർപ്പസസ് ഓഫ് സിമുലേഷൻ. Now let's see the value of simulation. The first thing is simulation ensures safe nursing practice by nursing students through bridging the gap between theory and practice. So കുട്ടികൾ പ്രാക്ടിക്കൽ ഏരിയയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ തിയറിയിൽ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ സിമുലേഷൻ വഴി എക്സ്പെരിമെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ക്ലിനിക്കൽ സെറ്റിങ്ങിൽ പോകുന്നതിന് മുമ്പേ കുട്ടികളെ ഒരുക്കാനായിട്ട് സിമുലേഷൻ ഇസ് വെരി ഹെൽപ്ഫുൾ. സോ സിമുലേഷൻ എൻഷുവേഴ്സ് സേഫ് നഴ്സിംഗ് പ്രാക്ടീസ് by nursing students through bridging the gap between theory and practice. So patient side പോകുമ്പോൾ സേഫ് നഴ്സിംഗ് പ്രാക്ടീസ് കാഴ്ചവെക്കാനായിട്ട് കുട്ടികളെ ഒരുക്കാനായിട്ട് സിമുലേഷൻ ഇസ് വെരി ഹെൽപ്ഫുൾ. നമ്മൾ പഠിച്ച തിയറിയൊക്കെ ലബോറട്ടറിയിൽ അപ്ലൈ ചെയ്ത് പഠിച്ച് എക്സ്പേർട്സ് ആയ ശേഷമായിരിക്കും ദേ വിൽ ഗോ ടു ദ ക്ലിനിക്കൽ സൈഡ്. The next is simulation is an effective technique in order to learn psychomotor skills. സോ കോഗ്നിറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ സ്കിൽസിനേക്കാളും ഉപരിയായ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് വേണ്ട സൈക്കോമോട്ടർ സ്കിൽസ് പഠിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് സിമുലേഷൻ, വേർ ദ സ്റ്റുഡൻസ് ക്യാൻ പ്രാക്ടീസ് ആൻഡ് ലേൺ. So in simulated environment of the fundamental lab, we can use various mannequins and equipments in order to learn psychomotor skills essentials for giving nursing care in a clinical situation. Like ഇപ്പോൾ ബി പി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനായിട്ട് ഇത് ഇപ്പോൾ തിയറിയുടെ കൂടെ ആദ്യമേ ഷെയ്ക്ക് ചെയ്യണം, പിന്നെ റീഡിങ് ഇതിന് താഴെയാണോ എന്ന് നോക്കണം, ആക്സിലയിൽ വെക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചാലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൈ ആദ്യമായിട്ട് വിറച്ചെന്ന് വരാം. സോ ഇങ്ങനത്തെ സൈക്കോമോട്ടർ സ്കിൽസിനെ ട്രെയിൻ ചെയ്ത് പഠിക്കാനായിട്ട് സിമുലേഷൻസ് ആർ വെരി യൂസ്ഫുൾ, വെർ സിമ്പിൾ മാനിക്വിൻസ് or a real life situation can be used up in order to train the nursing students. So simulation is an effective technique in order to learn psychomotor skills where the students can practice using equipments or simple mannequins in a laboratory setting in order to master that particular procedure. The next is it helps the students to develop critical thinking abilities and problem solving skills. So simulations, they help or in a simulated environment, the students learn decision making process by making decisions rather than simply grasping the related theory. അപ്പോൾ ഒരു സിമുലേറ്റഡ് സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറേ തിയറി മഗപ്പ് ചെയ്യാതെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾ പഠിക്കും. So it helps the students to develop critical thinking abilities and problem solving skills. Here in a simulated situation or an environment, the students learn the decision making process by making decisions rather than grasping up the related theory. So values of simulation la nammal iduvare paranjathu, it ensures safe nursing practice by nursing students through bridging the gap between theory and practice. Simulation is an effective technique to learn psychomotor skills. It helps the students to develop critical thinking abilities and problem solving skills. സോ ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ നോട്ട് ഡൗൺ ചെയ്യണം. ഈ ഒരു പോയിന്റ് ഇത്രയോടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ആ ഒരു മീനിങ് അല്ലെങ്കിൽ ഐഡിയ മാത്രം വന്നാൽ മതിയാവും. സോ യു ഷുഡ് സ്ക്രിബിൾ ഇൻ യുവർ നോട്ട്ബുക്ക് എന്താണ് ഇതിൽ നിന്നും മീൻ ചെയ്യുന്നതെന്നും കൂടെ സൈഡിലായിട്ട് എഴുതി വെക്കുക.